ഹലോ, എന്തൊക്കെയല്ലേ സുഖല്ലേ? ഇനി നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കോൺക്രീറ്റൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ഫുള്ള് വയറിങ് ചെയ്തിട്ടുണ്ട്. റൂമിൻ്റെ ഈ റൂമിൻ്റെ എല്ലാ 4 മൂലയിലും എന്താണ് ബോക്സ് ഇട്ടിന്, നല്ല LED ബോക്സ് ഇട്ടിന്. ഈ പണ്ടൊക്കെ പൈപ്പ് ഇടല് നേരെ അടിയിലൂടെ ഈ റൂമിൽ നോക്കി നിങ്ങൾ ഇതേക്കും കണ്ടോ, കംപ്ലീറ്റ് പൈപ്പ് ഇട്ടത് കമ്പിൻ്റെ മുകളിൽ കൂടിയാണ്. ബോക്സ് നേരെ താഴത്ത് വന്ന് കമ്പിൻ്റെ മുകളിൽ കൂടെ വളവ് ടാങ്ക് ഇട്ട് നേരെ വന്ന് വീണ്ടും ഇറക്കിയതാണ്. ഈ ഒരു പണി പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് വയറിങ്ങിൻ്റെ ആൾക്കാർക്ക്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഈ രീതി ചെയ്യാനുള്ള കാരണം, പണ്ടൊക്കെ ചെയ്യൽ നേരെ അടിയിലൂടെ ഉണ്ടല്ലേ, നേരെ അടിയിലൂടെ കൂട്ടി കെട്ടി വെറുതെ ചെയ്യല്, അതാവും പെട്ടെന്ന് പണി കഴിയും. ഇതിപ്പോൾ ഇങ്ങനെ വരാനുള്ള കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫുള്ള് പൊട്ട് വരുന്നുണ്ട്. ഈ അടിയിലൂടെ പൈപ്പ് പോയിട്ട് സ്ലാബിന് സീലിങ്ങിന് മുഴുവൻ പൈപ്പ് മുഴുവൻ പൊട്ട് വരുന്നുണ്ട്. എല്ലാ വീട്ടിലും കാണാം. ആ ഒരു പ്രശ്നം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഫുള്ള് പൈപ്പ് മുകളിലൂടെ ആക്കുന്നത്. കംപ്ലീറ്റ് റൂമിന് പൈപ്പ് കംപ്ലീറ്റ് റൂമിൻ്റെ പൈപ്പ് ഇട്ട് കണ്ടോ, ഒരു ഫുള്ള് മുകളിൽ കൂടി ഇട്ട് ഈ രീതിയിൽ ഇടുന്ന സമയത്ത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്ക് ലേസർ ബുദ്ധിമുട്ടുണ്ടാവും. പണിക്കാരെ സംബന്ധിച്ച് ഓർക്ക് ലേസർ ടൈം വരും. പക്ഷെ എങ്കിലും ഇതുള്ള വൃത്തിയായിരിക്കും, ഒരു പേടിയും പേടിക്കേണ്ടിയില്ല. ഇത് കാലാകാലം ഇവിടെ കിടക്കും. മറ്റേ നമ്മൾ പഴയ വീട്ടിലൊക്കെ കാണാം, ഫുള്ള് എല്ലാ സീലിങ്ങിൻ്റെ അടുത്തും ഒരു എറുമ്പ് കഴിഞ്ഞ മാതിരി ചെറിയൊരു പൊട്ടൽ. അപ്പോൾ നമ്മൾക്ക് സ്വാഭാവികം എന്താ വിഷയം എന്നൊന്നും ആർക്കും നിശ്ചയുണ്ടാവില്ല, എന്താ സംഭവം വരുന്നതെന്നുള്ളത്. പിന്നെയാണ് ഇപ്പോൾ അതിനെ പറ്റി എന്താ സംഭവം ഉള്ളത് കണ്ടുപിടിച്ചത്. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ മുഴുവൻ കേട്ടോ, നമ്മൾ ഈ ഏരിയ മുഴുവൻ വയറിങ് ചെയ്യുന്ന ടീം മുഴുവൻ എന്താ പൈപ്പ് ഫുള്ള് മുകളിൽ കൂടിയാണ് ഉണ്ടല്ലേ. അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ അതേമാതിരി എൻ്റെ ഒരു അഭിപ്രായം പറയട്ടോ, നിങ്ങൾ കണ്ടോ കംപ്ലീറ്റ് റൂമിൽ ഫുള്ള് പൈപ്പ്, അത് കോൺക്രീറ്റ് ലേസ് ഒരു പിടുത്തം കുറയാൻ ഇതുണ്ട്. കാരണം ഇതിപ്പോൾ 1 ഇഞ്ചോളം ബോക്സ് ഉണ്ട്, 1 ഇഞ്ച് ബോക്സാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു 3 ഇഞ്ച് കോൺക്രീറ്റേ കയറാവുള്ളൂ. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു കോൺക്രീറ്റും തമ്മിൽ പിടുത്തം വരാണ്ട്, പക്ഷെ ആ ഒരു പിടുത്തം ഇവിടെ കിട്ടില്ല, അങ്ങനെ പ്രശ്നം വരാണ്ട്. ഇതൊക്കെ ശരിക്കും ഇതൊക്കെ നമ്മൾ അഫ്റ്റർ പൊന്തിനോടത്തും കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഒരു ഓപ്പൺ ഡ്രസ്സാണ് വരാനുള്ളത്. ഈ ഏരിയ കംപ്ലീറ്റ് ഓപ്പൺ ഡ്രസ്സാണ് വരാനുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ ശരിക്കും ബോക്സ് ഇടുമ്പോൾ വലിയൊരു ഫാൾട്ട്. അല്ലെങ്കിൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ കനം കൂട്ടണം. കോൺക്രീറ്റിൻ്റെ കനം കൂട്ടിയാൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇവിടെ 4 ഇഞ്ച് കനാണ് കോൺക്രീറ്റ് ഇടുന്നത്. കോൺക്രീറ്റിൻ്റെ 4 ഇഞ്ചുള്ള 5 ഇഞ്ചോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, പിന്നെയും ഒരു പിടുത്തം ഉണ്ടാവും. അതിൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ശരി എന്നാൽ. നമ്മൾ പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തിന് നിങ്ങളൊന്ന് നിർബന്ധമായി മതി കമൻറ്റ് തരണം, നിർബന്ധമായിട്ട് പറയും. കാരണം നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവില്ല ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ ചില സ്ഥലത്തേക്ക് നമ്മൾ പണിക്ക് പോയിട്ട് പല ആൾക്കാരും നമ്മൾ ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കും, ഇതിങ്ങനെ ഇട്ടുണ്ട് കോൺക്രീറ്റ് പിടുത്തണം, എന്താ സ്ഥിതി, ഇങ്ങനെ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ നമുക്കറിയാത്തൊരു സംഗതി നമ്മൾ മറ്റുള്ളവർ ചോദിച്ച് നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ ആരെങ്കിലും ഇതിനുള്ള കമൻറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ഇട്ട് തരണം, ഇതിനുള്ളൊരു മറുപടി കേട്ടോ. അത് പിടുത്തം കുറയാവും അല്ലെങ്കിൽ പിടുത്തം കുറയില്ലേ എന്നുള്ളൊരു നിർബന്ധമായിട്ടില്ല. നമ്മളെക്കാൾ ഒരുപാട് എക്സ്പീരിയൻസുള്ള എൻജിനീയേഴ്സ് ഉണ്ടാവും, ഒരുപാട് പണിക്കാരുണ്ടാവും, നമ്മളെക്കാൾ ഒരുപാട് പഴക്കമുള്ള ആൾക്കാരുണ്ടാവും. നമ്മളൊക്കെ ഇന്നും ഇന്നലെയായിട്ട് തുടങ്ങിയ ആൾക്കാരാണല്ലോ. അതുകൊണ്ട് നിർബന്ധം ഇതിനുള്ളൊരു മറുപടി നിങ്ങൾ നമുക്ക് കമൻറ്റ് ഇട്ട് തരണം. ഓക്കെ. രാവിലെ തന്നെ പണിക്ക് വന്ന് കഴിഞ്ഞ് മിഷനും റാമ്പും എല്ലാ സാധനവും സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പരിപാടി എന്താ അറിയോ, നമ്മളെ വീട്ടിൽ അമ്മായിയമ്മ കൊണ്ടുവന്നൊരു പലഹാരം ചായയും ഉണ്ടാവും രാവിലെ തന്നെ പണി തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഫുള്ള് സെറ്റായ ശേഷതായി നല്ല അടിപൊളി ജിലേബിയും അമ്മായിമ്മൻ്റെ കൈ കൊണ്ടാക്കിയ നെയ്യ് അതൊരു ഉണ്ണിയപ്പവും ഉണ്ട്, അതും കൂട്ടി അടിക്കുകയാണ്. അപ്പോൾ ഈ രാവിലെ തന്നെ ഈ ചായ ഒരു കടിന് അതൊരു എനർജിയാണ്. ഇനി കുറച്ച് 12 മണിയുടെ അടുത്ത ഭക്ഷണം കിട്ടുള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളന്നത്തെ പണിയായിട്ട് കഴിഞ്ഞിട്ടോ, കംപ്ലീറ്റ് പണിയും കഴിഞ്ഞ്. ഇന്ന് രാവിലെ തന്നെ മഴ വെച്ചാൽ പിന്നെ മഴ പെയ്തില്ല, അതിന് നമ്മൾ കഴിച്ചില്ലായി. ഈ ഒരു ഏരിയ മൊത്തം ഒരു ഓപ്പൺ ഡ്രസ് ഒരാളെ കേട്ടോ. ആദ്യമൊക്കെ സൺസൈഡിന് മാത്രമേ ഗർഭവെക്കൽ, ഇല്ലെങ്കിൽ അഫ്റ്ററും. ഇപ്പോൾ മെയിൻ സ്ലാബിനും ഗർഭിച്ച് തുടങ്ങിന്. പണി തന്നെയാണ് പണി, എങ്ങനെ നോക്കിയാലും പണിയാണ്. പണി കൂടാന്നല്ലാണ്ട് പണി കുറയുന്നില്ല. ആദ്യം നിന്ന് ഇങ്ങനെ വെക്കുക, ഇതൊരു ഓപ്പൺ ഡ്രസ് ഏരിയയാണ് വരുന്നത്. എന്തായാലും വലിയ ഭാവിയിലേക്ക് ഇതിന് മുകളിൽ എന്തായാലും ഷീറ്റ് ഇടും, ഉറപ്പാണ്. പിന്നെ ഒരു ഗർഭം വെക്കണമെന്ന് പാർട്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളതിൽ അപ്പീലില്ല, നമ്മൾ ഓലെ പണിക്കാനാണല്ലോ. അപ്പോൾ ഓല് പറഞ്ഞ നിർബന്ധം നമ്മൾ കേൾക്കണമല്ലോ. ഏതായാലും അൽഹംദുലില്ലാഹ് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസമില്ലാതെ പണിയായിട്ട് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയായി. ഈ ഒരു ഭാഗം പിന്നെ നമ്മൾ രണ്ടാമത് മെനു വരുതി പിടിച്ചില്ല. ഇത് ഏതായാലും അഫ്റ്റർ പൊന്താനുള്ള അതിനോട് പ്രശ്നമില്ല, ലീക്കും കാര്യങ്ങളും പ്രയാസം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഏരിയ മൊത്തം കണ്ടീഷനാക്കി ഫുള്ള് വൃത്തി മിയാക്കി വെച്ചിന്. അപ്പോളേ നമ്മൾ ഇവിടെ മെയിന് ഞാൻ ഇന്നലെ ഇതിനു മുമ്പ് വിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിനി
980 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനം ഫുള്ള് കറക്റ്റായിട്ട് 70 ചാക്കോളം നമുക്ക് സിമെൻ്റ് ആയിന്. ആ 70 ചാക്ക് സിമെൻറ്റ് കറക്റ്റായിന്. കറക്റ്റ് തന്നെ കറക്റ്റ്. മറ്റലൊക്കെ വടിച്ചടി കോരിക്കഴിഞ്ഞാ അത് പൊതുവേ ചില വണ്ടിയിൽ നമ്മളൊരു 300 ഫൂട്ട് പറഞ്ഞാൽ ചില വണ്ടിയിൽ ഫൂട്ട് കുറയും. അങ്ങനത്തെ പ്രശ്നം വരാറുണ്ട്. ചില സ്ഥലത്ത് നമ്മൾ കറക്റ്റ് ഫൂട്ടായിരിക്കില്ല. നമ്മൾ കറക്റ്റ് ഫൂട്ട് പറഞ്ഞാൽ എങ്ങനെ ആയാലും ചില വണ്ടിയിൽ 5 ഫൂട്ടോ 10 ഫൂട്ടോ കുറയും. പക്ഷെ ഇവിടെ സംബന്ധിച്ച് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഫൂട്ട് ഒരു കൊണ്ടുവന്നു 300 ഫൂട്ട് കൊണ്ടുവന്നു. അത് കറക്റ്റാണ്. 70 ചാക്കിന് 300 ഫൂട്ട് റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ എംസാൻഡ് ബാക്കിയുണ്ട്. നാളെ കുറച്ച് വണ്ടും കാര്യങ്ങളും കിട്ടാനുള്ള എംസാൻഡും പിന്നെ കുറച്ചും ബാക്കിയുണ്ടാവും. എംസാൻഡ് 230 ഫൂട്ടാണ് എംസാൻഡ് അടിച്ചത്. മെറ്റൽ കറക്റ്റ് 300 ഫൂട്ട്. അതുകൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് സൈറ്റായിട്ട് വൃത്തിയായി. ഇനി ഇവിടെ വന്ന് വണ്ടിയും കാര്യങ്ങളും വെക്കാനൊക്കെ ഉള്ള സൈറ്റും കാര്യങ്ങളും ഫുള്ള് വൃത്തിയായും ചെയ്ത് പ്രയാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഈ പണികളിങ്ങനെ കറക്റ്റ് പോകുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിൽ സമാധാനമാണ്. അല്ലെങ്കിൽ വലിയ പ്രയാസമാണ്. ഈ സാധനം കുറേ ബാക്കിയുണ്ടായി നമ്മൾ ടെൻഷനാണ്. ഇത് കണ്ട ഫുള്ള് കറക്റ്റ് സാധനം ഫുള്ള് ഇത് ലാസ്റ്റ് ഫുള്ള് വടിച്ചു ഒരു മുകളിൽ ഗർഭവും സ്റ്റെപ്പൊക്കെ എന്ത് ചെയ്ത് ലാസ്റ്റ് ഇതിനോട് ഇട്ടാൻ. അതുകൊണ്ട് പ്രശ്നമില്ല. ഈ കച്ചറ ഓടിയാനും പേടിക്കേണ്ടിയില്ല. സ്ലാബ് പോയി നല്ല മെറ്റൽ ഇട്ടാണ് ചെയ്തത്. അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തത് ഫുള്ള് വടിച്ച് കോരിങ്ങാട്ടി സ്റ്റെപ്പും ഗർഭവും ഇട്ടത്. ഓക്കെ, താങ്ക് യു.